ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ പുതിയൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രിൽ ചിക്കനും സസക്കി സോസുമാണ്. ഇതൊരു ഗ്രീക്ക് ഫുഡാണ്, ഗ്രീക്ക് സ്റ്റൈലാണ് ഇതിൻ്റെ മാരിനേഷൻ. നമുക്ക് ചിക്കൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് 2 ലെയറായി നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം നല്ല കട്ട്സ് ഇട്ട് കൊടുക്കുക. കട്ട്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടാനും നമ്മുടെ സ്പൈസ് എല്ലാം അതിൽ നല്ല അബ്സർവ് ആവാനും നല്ലതാണ്. അതിനുശേഷം നമുക്ക് കട്ട്സ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കതിനെ ഒരു ക്ലീൻ ഫിലിം ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം, ബിക്കോസ് ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ നല്ലതാണത്. ഞാനിവിടെ 3 ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 700 ഗ്രാം അതിൻ്റെ വെയിറ്റ് വരും. ചിക്കൻ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. നമുക്കെല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാം. ഇതിന് ഓവനോ ഗ്രില്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഗ്രിൽ പാൻ ഉണ്ടായാൽ മതി. ഹെൽത്തി ഫുഡാണ്. സോൾട്ടും ഗാർലിക് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. എല്ലാവർക്കും അതിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് സോസിലേക്ക് കിടക്കാം. ആൻഡ് മസ്റ്റർഡ് സോസ് ആഡ് ചെയ്യാം, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം, ഗാർലിക് പൗഡർ ആഡ് ചെയ്യാം, ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഡ്രൈ റോസ്മേരി ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സാക്കുക. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി നമുക്കതിൽ ലേശം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനൊരു ഗ്ലാസ് ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ചിക്കൻ വെച്ച് ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കവർ ചെയ്യണം. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമുക്ക് അതിൻ്റെ ഫ്ലേവറും റിയൽ ടേസ്റ്റും കിട്ടണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അതിനുശേഷം നമുക്കൊരു ഗ്രിൽ പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഗ്രിൽ പാൻ ചൂടായതിനു ശേഷം ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഫ്രഷ് റോസ്മേരി ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കതിൽ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ 1 സൈഡ് 3 to 4 മിനിറ്റ് കുക്കാവണം. അതിനുശേഷം നമുക്ക് അതിനെ ടേൺ ചെയ്തിടാം. സെയിം നമുക്കത് 3 to 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചെറുതായി ഒന്ന് അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചിക്കന്. ഇപ്പോൾ ചിക്കൻ ഏകദേശം നമുക്ക് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കതിനെ വേറൊരു പ്ലാറ്ററിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ സൈഡ് ഡിഷായ സസക്കി സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ മാരിനേഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനൊരു കുക്കമ്പർ നല്ലതുപോലെ പീൽ ചെയ്തെടുക്കുക. അത് നമുക്ക് ഫൈനലി ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തതിന് ശേഷം അതിലെ ജ്യൂസെല്ലാം പിഴിഞ്ഞ് നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിൽ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് ഒരു ഗാർലിക് സ്മാഷ് ചെയ്ത് അതിലേക്ക് നമുക്ക് യോഗട്ട് ആഡ് ചെയ്യാം. യോഗട്ട് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ദിൽ ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 ലെമൺ നമുക്കതിൽ പിഴിഞ്ഞ് ഒഴിക്കാം. കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം, കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ മിക്സാക്കുക. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. സസക്കി സോസും ചിക്കനും നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ജിമ്മിൽ പോകുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.